നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. വാണിജ്യ വാഹന രംഗത്തെ പ്രമുഖരായ അശോക് ലെയ്ലൻഡ് പുതുതലമുറ സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ചുകൊണ്ട് സൈനിക ഗതാഗത മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. വാണിജ്യ വാഹന രംഗത്തെ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നിർമ്മാതാക്കളും ആഗോളതലത്തിൽ നാലാമത്തെ വലിയ ബസ് നിർമ്മാതാക്കളുമായ അശോക് ലെയ്ലൻഡ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കിക്കൊണ്ട് സ്റ്റാലിൻ ട്രക്കിന്റെ ഓട്ടോണമസ് പതിപ്പ് വികസിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളിലാണ്. ഭാവിയിലെ യുദ്ധമുഖത്തെ ഗതാഗത ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഈ ചുവടുവെപ്പ് പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ചുരുക്കമായി പറഞ്ഞാൽ, ഡ്രൈവറില്ലാ ട്രക്കുകൾ പരീക്ഷിക്കാനാണ് ലെയ്ലൻഡ് തയ്യാറെടുക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന വാഹനമായി പണ്ട് മുതലേ നിലയുറപ്പിച്ച ലെയ്ലൻഡിന്റെ സ്റ്റാലിനെ ഓട്ടോണമസ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് അശോക് ലെയ്ലൻഡിന്റെ ഡിഫൻസ് ബിസിനസ് പ്രസിഡന്റ് അമൻദീപ് സിംഗ് വ്യക്തമാക്കുന്നത്. സങ്കീർണവും ഭാവിയിലേക്കുള്ളതുമായ ഈ എഞ്ചിനീയറിംഗ് പ്രോജക്ടിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും വിപുലമായ കണക്റ്റഡ് വെഹിക്കിൾ നെറ്റ്വർക്കുകളെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇവ പ്രവർത്തന സജ്ജമാകുന്നതോടെ സുപ്രധാന വിതരണ ശൃംഖലകളെ പിന്തുണയ്ക്കാനും മുൻനിരയിലുള്ള ചില നിർണായക ദൗത്യങ്ങളിൽ പങ്കാളിയാകാനും ഈ സ്വയംഭരണ സംവിധാനത്തിന് സാധിക്കും. ഇത് പ്രവർത്തനക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും സൈനികർക്കെതിരെയുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യും. യുദ്ധ സാഹചര്യങ്ങളിൽ മനുഷ്യരായ ഡ്രൈവർമാരുടെ ജീവൻ രക്ഷിക്കാനും ആക്രമണങ്ങൾക്കിടയിലും സാധന സാമഗ്രികളുടെ സുഗമമായ വിതരണം ഉറപ്പാക്കാനും ഈ സംവിധാനം സഹായിക്കും. കൂടാതെ കമാൻഡർമാർക്ക് തത്സമയം വാഹനങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അവസരമൊരുങ്ങുന്നതോടെ സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയും വർദ്ധിക്കും. ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കൽ നിലവിൽ ഏകദേശം 60,000 മുതൽ 75,000 വരെ സ്റ്റാലിൻ ട്രക്കുകളുണ്ട്. സൈനികരെയും ആയുധങ്ങളെയും മറ്റ് അവശ്യ സാധന സാമഗ്രികളെയും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിൽ ഈ ട്രക്കുകൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. അതിനാൽ പരമ്പരാഗത ട്രക്കുകളിൽ നിന്ന് സ്മാർട്ടായ കണക്റ്റഡായ ഡ്രൈവർ രഹിതമായ സംവിധാനങ്ങളിലേക്കുള്ള പരിണാമം വലിയൊരു മുന്നേറ്റത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. 4x4, 6x6 എന്നിവയുൾപ്പെടെയുള്ള ഉയർന്ന കോൺഫിഗറേഷനുകളിൽ ലഭ്യമായ സ്റ്റാലിൻ ശ്രേണി ഉയർന്ന മലനിരകൾ മുതൽ മരുഭൂമികൾ വരെയുള്ള കഠിനമായ ഭൂപ്രകൃതികളിൽ ഇതിനോടകം തങ്ങളുടെ വിശ്വസ്തത തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിനൊപ്പം ഡ്രോൺ ലോജിസ്റ്റിക്സ്, ബദൽ ഇന്ധന ഓപ്ഷനുകൾ എന്നിവയോടൊപ്പം ഈ മുന്നേറ്റങ്ങൾ കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ സൈനിക ഗതാഗത വ്യവസ്ഥയെ നവീകരിക്കുന്നതിൽ അശോക് ലെയ്ലൻഡ് ഏറ്റവും പ്രധാന പങ്കാളിയായി മാറുകയാണ്. 1980കളുടെ അവസാനത്തോടെയാണ് സ്റ്റാലിൻ ട്രക്കുകൾ ലെയ്ലൻഡ് വികസിപ്പിക്കുന്നത്. 1987 അശോക് ലെയ്ലൻഡ് ഇവേക്കോ കമ്പനിയുമായി സഹകരിച്ച് അവതരിപ്പിച്ച ഫോർഡ് കാർഗോ അധിഷ്ഠിത ട്രക്കുകളുടെ ഡിസൈനിൽ നിന്നാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ടുള്ള സ്റ്റാലിൻ മോഡലുകൾ വികസിപ്പിച്ചെടുത്തത്. സൈനിക രംഗത്തേക്ക് വലിയൊരു ചൂടുവെപ്പ് ലക്ഷ്യമിട്ടാണ് കമ്പനി ഈ പ്രൊജക്റ്റുമായി അന്ന് മുന്നോട്ട് പോയത്. 1997 അശോക് ലെയ്ലൻഡ് സ്റ്റാലിൻ ഇന്ത്യൻ സൈന്യത്തിൽ ഔദ്യോഗികമായി ഉൾപ്പെടുന്നത്. അതുവരെ സൈന്യം ഉപയോഗിച്ചിരുന്ന പഴക്കമേറിയ ശക്തിമാൻ ട്രക്കുകൾക്ക് പകരക്കാരനായിട്ടായിരുന്നു സ്റ്റാലിൻ്റെ വരവ്. ഇന്ത്യൻ സൈന്യത്തിന്റെ മികച്ച പങ്കാളിയായി മാറിയതിനു ശേഷം 2005 ഫെബ്രുവരി മുതൽ അശോക് ലെയ്ലൻഡ് സ്റ്റാലിൻ ട്രക്കുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും കയറ്റുമതി ചെയ്യാനും ആരംഭിച്ചു. ഹോണ്ടുറാസ്, സുഡാൻ, തായ്ലൻഡ്, സിംബാബ്വെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ സൈന്യങ്ങളും ഇന്ന് സ്റ്റാലിൻ ട്രക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള സൂപ്പർ സ്റ്റാലിയൻ 6x6, 8x8, 10x8 എന്നീ വലിയ പതിപ്പുകളും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. സാധാരണ ഗതാഗത സംവിധാനങ്ങളിൽ നിന്ന് ഓട്ടോമേറ്റഡായ സിസ്റ്റങ്ങളിലേക്കുള്ള ഈ പുതിയ മാറ്റം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു സാങ്കേതിക മുന്നേറ്റം കൂടിയാണ്. ഇതിനു പുറമെ ഡ്രോൺ അധിഷ്ഠിത ലോജിസ്റ്റിക്സ് സാധ്യതകളും അശോക് ലെയ്ലൻഡ് സജീവമായി പരിശോധിച്ചു വരികയാണ്. വെഹിക്കിൾ ഫാക്ടറി ജബൽപൂർ പോലുള്ള ആഭ്യന്തര നിർമ്മാണ യൂണിറ്റുകളുമായി സഹകരിച്ച് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാലിൻ ട്രക്കും വികസിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ.